ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. അപ്പോൾ 4 ദിവസം മുമ്പ് നമ്മുടെ SSC CGL 2024 Tier 2ൻ്റെ മാർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, സാറേ ഇതിനെ പറ്റിയൊരു വീഡിയോ ചെയ്യോ, അല്ലെങ്കിൽ എൻ്റെ മാർക്ക് അയച്ചിട്ട് സാറേ മാർക്കിൽ എനിക്ക് ജോലി കിട്ടുമോ, അല്ലെങ്കിൽ ഞാൻ ഇനി കണ്ടിന്യൂ ചെയ്യണോ, ഞാൻ നിർത്തണോ, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷനും കാര്യങ്ങളുള്ള കുട്ടികളാണ്. അപ്പോൾ നമ്മളന്ന് കുറച്ചൊരു വേറെ കാര്യത്തിൽ ബിസി ആയിരുന്നു. അതാണ് ഇപ്പോൾ നിങ്ങൾ ബാക്കിൽ കാണുന്നത്. നമ്മളൊരു കേരളത്തിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റ്, കേരളത്തിലെ കുട്ടികളുടെ മാത്രം റാങ്ക് ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കിലായിരുന്നു. പല ആൾക്കാർ കട്ട് ഓഫ് കാര്യങ്ങൾ എത്ര വരുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്കതൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. പ്രത്യേകിച്ച് എനിക്കത് പറയാൻ പറ്റില്ല. കാരണം എൻ്റെ അടുത്ത് ഡാറ്റാസും കാര്യങ്ങളൊക്കെ ഉള്ളത് ആകെ ഈ ഒരു കേരളത്തിലുള്ള കുറച്ച് കുട്ടികൾ മാത്രമാണ്. ഇത് വെച്ചിട്ട് നമ്മൾ കട്ട് ഓഫ് കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ എനിക്ക് തോന്നുന്നു RBI പോലത്തെ ചാനലുകളൊക്കെ അവരുടെ ഒരുപാട് ഡാറ്റകൾ വെച്ചിട്ട്, പിന്നെ റാങ്ക് മിത്ര, റാങ്ക് ഗുരുജി പോലത്തെ സൈറ്റുകളിലൊക്കെ അവരുടെ കയ്യിൽ ഡാറ്റ കൂടുതലുണ്ട്. അപ്പോൾ അവർ അത് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ഓഫ് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, അതൊന്നും എനിക്ക് പറയാൻ എനിക്ക് അർഹതയില്ല. പക്ഷേ ഈ ഒരു റാങ്ക് ലിസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾക്ക് പല ഉപകാരപ്പെടും കേട്ടോ. അതായത് നിങ്ങൾക്ക് ഇനി പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന സമയത്തൊക്കെ ഇത് ഉപകാരപ്പെടും. അപ്പോൾ അത് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ കാര്യങ്ങളൊക്കെ ഇട്ട് തരാം. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് വെച്ചാൽ, 2-3 കാര്യങ്ങളാണ്. ഒന്ന്, സാറേ ഞാനിതിൽ കണ്ടിന്യൂ ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഈ മാർക്ക് കൊണ്ട് ജോലി കിട്ടുമോ. അപ്പോൾ ഈ മാർക്ക് കൊണ്ട് ജോലി കിട്ടുമോ എന്ന് ചോദിക്കുന്ന ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആകെ ചെയ്യാനുള്ളത് ഒരു പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ്. വേറൊന്നും നിങ്ങൾ ഇനി SSCക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല. ബാക്കി അവർ നോക്കിക്കോളും. നിങ്ങൾക്ക് പിന്നെ പല ആളുകളും ക്വസ്റ്റ്യൻ എന്താ പറയുക, മിസ്റ്റേക്ക് ഉള്ളത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് ഇത്ര കാര്യങ്ങൾ ഇത് കഴിഞ്ഞു, ഇതോടെ കഴിഞ്ഞു, നിങ്ങൾക്ക് ചെയ്യാനുള്ളത് കഴിഞ്ഞു. അപ്പോൾ ഇനി റിസൾട്ട് റാങ്ക് ലിസ്റ്റ് വരുമോ ഇല്ലയോ എന്ന് ആലോചിച്ച് നിൽക്കാതെ അടുത്ത പരീക്ഷയ്ക്കുള്ളത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക കേട്ടോ. കാരണം ഒരു 320+ ഒക്കെ ഉള്ള ആളുകളാണ് ഷുവറാണ്. അത് ആർക്കും പറയാം അല്ലേ. 320+ ഒക്കെ ഉള്ള ആളുകൾക്ക് എന്തായാലും ജോലി ഷുവറാണ്. പക്ഷേ 310, 320 ഇടയിൽ ഗ്യാപ്പിൽ ഒരുപാട് പേര്, നമ്മൾ തന്നെ സ്റ്റുഡൻസ് ഒരുപാട് പേര് ഈ ഒരു ഗ്യാപ്പിലുണ്ട്. അപ്പോൾ കിട്ടുമല്ലോ എന്നുള്ള കൺഫ്യൂഷനാണ്. പിന്നെ ഇത് ഒരുപാട് കാര്യങ്ങൾ വേറെ ഡിപ്പെൻഡ് ചെയ്യും. കാരണം പല ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആകുമ്പോൾ മാർക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നെ പലർക്കും 27 വയസ്സ് കഴിഞ്ഞ പലർക്കും ഇനി ഗ്രൂപ്പ് C പോസ്റ്റുകൾ പറ്റില്ല, ഗ്രൂപ്പ് B പോസ്റ്റുകളെ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. പിന്നെ നോർമലൈസേഷൻ, ചിലപ്പോൾ ഷിഫ്റ്റ് 1 കുറച്ച് ചെറിയൊരു ആവറേജ് സ്കോർ കുറച്ച് കുറവാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ കുറച്ച് മാർക്ക് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങളിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. പിന്നെ വേറൊരു ഗ്രൂപ്പ് ടീം പറഞ്ഞാൽ ഓൾറെഡി മാർക്ക് കുറച്ച് കുറഞ്ഞ ഒരു 300, 310-ൻ്റെതായ 305-ൻ്റെതായ 300 താഴേക്കുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെ ഡൗട്ട് എന്ന് പറഞ്ഞാൽ, ഇനി സാറേ ഞാൻ കഴിഞ്ഞ 1 വർഷമായി 2 വർഷമായി ഇത് പ്രിപ്പയർ ചെയ്യുന്നു, ഇനി ഞാനിത് പ്രിപ്പയർ ചെയ്താൽ കിട്ടുമോ എന്നുള്ള ഡൗട്ടുള്ള ആളുകളുണ്ട്. ഇനി ഞാനിതിൽ ഈ ഫീൽഡിൽ നിൽക്കണോ അതോ നിർത്തി പോകണോ എന്നുള്ള ആളുകൾ. അങ്ങനത്തെ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ ഈ അടുത്ത് നിങ്ങൾ ന്യൂ ഇയർ ആഘോഷം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലേ. ജനുവരി 1 നോക്കിയേ, ഇന്ന് ജനുവരി 26 ഒരു മാസം തീർന്നു. നിങ്ങൾ അറിഞ്ഞോ? ഇല്ല. ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഈ ജൂൺ ജൂലൈ മാസത്തിലാണ് അടുത്ത CGL Tier 1 പരീക്ഷ. വെറും ഇനി 4-5 മാസം അതിന് ബാക്കിയുള്ളൂ. നിങ്ങൾ ഓൾറെഡി ഈ ഒരു ഓട്ട മത്സരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇനി ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഈ വരുന്ന ഇപ്രാവശ്യം ഡിഗ്രി കഴിഞ്ഞ കുട്ടികളും ഈ ഫീൽഡിലോട്ട് ഇറങ്ങും. ഒരുപാട് പേര് പുതുതായിട്ട് വരും. അപ്പോൾ അവർ ഇപ്പം നിങ്ങൾ ഓൾറെഡി മുന്നിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അവർ നിങ്ങളുടെ ബാക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളിവിടെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളെ ക്രോസ് ചെയ്ത് മുന്നിൽ പോകും. ആ സമയം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാതെ വീണ്ടും, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരാഴ്ചത്തെ 2 ആഴ്ചത്തെ സങ്കടം സ്വാഭാവികമാണ്. കാരണം മാർക്ക് വന്നാൽ പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ചില ആളുകൾക്ക്. അപ്പോൾ അത് അതിൻ്റെ സമയം കഴിഞ്ഞു കേട്ടോ. 21-ാം തീയതി വന്നതല്ലേ, ഇപ്പോൾ 26-ആയി, 5-6 ദിവസം കഴിഞ്ഞു. ഇനി അത് മാറ്റി നിർത്തുക. പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാൽ 5 മാസം കഴിഞ്ഞ് അടുത്ത പരീക്ഷ. നിങ്ങൾ ഒരു 2-3-4 മാസം കൂടി ഇതിൻ്റെ കൂടെ നിന്നാൽ മതി. വൺസ് ഇതിൻ്റെ ഹാൾ ടിക്കറ്റും അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എക്സാമിൻ്റെ ചൂടിലേക്ക് നിങ്ങൾ കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പഠിച്ചോളൂ. അപ്പോൾ ഒരു 2-3 മാസം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ച് പഠിക്കാതിരിക്കില്ല, കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് പരീക്ഷൻ്റെ ചൂടിലേക്ക് കയറും. പിന്നെ നിങ്ങൾ പഠിക്കുകയില്ല, നിങ്ങൾ എന്തായാലും പഠിച്ചോളൂ കേട്ടോ. കാരണം നിങ്ങൾക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. കഴിഞ്ഞുള്ള 2023 പരീക്ഷ കഴിഞ്ഞിട്ട് 24-ൻ്റെ പരീക്ഷ സെപ്റ്റംബറിലായിരുന്നു. 1 വർഷത്തോളം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഈ പരീക്ഷ കഴിഞ്ഞ് നമുക്ക് ജനുവരിയിൽ Tier 2 കഴിഞ്ഞ് ജസ്റ്റ് 4-5 മാസം കഴിഞ്ഞ് അടുത്ത പരീക്ഷയാണ്. അത് നിങ്ങൾക്ക് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് അത് ഡിസഡ്വാൻറ്റേജ് ആണ്. കാരണം അവർ മാർച്ച് ഏപ്രിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മെയ് ജൂൺ 2 മാസം കൊണ്ട് പരീക്ഷയാണ്. 2 മാസം കൊണ്ട് ഇത് കിട്ടുമല്ലേ എന്നുള്ളൊരു വീഡിയോ ഞാൻ അതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഒരുപാട് പേര് എന്നെ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 മാസം കൊണ്ടൊക്കെ കിട്ടും, ഇല്ല എന്തായാലും കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ കിട്ടും എന്നൊക്കെ എന്നെ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കട്ട് ഓഫും ഈ കോമ്പറ്റീഷനൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ 2 മാസം കൊണ്ട് ഇത് കിട്ടുന്നുള്ളത്? ഇല്ല കേട്ടോ. 2 മാസം കൊണ്ട് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി അവിടെ ഒരാളെങ്ങനെ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 1 in a million എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനത്തെ ആളുകളാണ്. അല്ലാതെ നമ്മളെപ്പോലെ സാധാരണക്കാരായ ആളുകൾക്ക് 2 മാസം കൊണ്ട് ക്ലിയർ ചെയ്യാൻ നടക്കുന്ന കാര്യമില്ല. അപ്പോൾ ഈ വർഷം CGL ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കോമ്പറ്റീഷനിൽ ഉണ്ടാവില്ല. അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. കാരണം 2 മാസം കൊണ്ട് അവർക്ക് ഈ ഒരു എക്സാമിന് ക്രാക്ക് ചെയ്യാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ഉള്ള ആളുകൾ മാത്രമേ, മെജോറിറ്റി ആളുകൾ മാത്രമേ കോമ്പറ്റീഷനിൽ ഉണ്ടാവുള്ളൂ. കഴിഞ്ഞ പോലെ എന്ന് പറഞ്ഞാൽ മാർച്ച് ഏപ്രിൽ പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ, സെപ്റ്റംബറിലായിരുന്നു പരീക്ഷ. ഒരു 6 മാസത്തേക്ക് ഈ കുട്ടികൾക്ക് പഠിക്കാനുള്ള സമയമുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കുട്ടികൾ അവിടെ വീണ്ടും കോമ്പറ്റീഷനിൽ വന്നു. പക്ഷേ ഇപ്പോൾ അത് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കോമ്പീറ്റ് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് മെജോറിറ്റി. അടുത്ത വർഷം നിങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്യാനുണ്ടാവുള്ളൂ. ഇതിൽ ഒരുപാട് പേര് ജോലി കിട്ടി പോകുന്നുണ്ടാവും, ഒരുപാട് പേര് ഏജ് ഓവറായി പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന ആൾക്കാർ കുറയാന്നല്ല, അതിലേക്ക് കൂടാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ വേക്കൻസി എത്ര വരും, അത് വരും, അത് നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം ചെയ്യുക. നിങ്ങൾ എന്തായാലും ഈ കോമ്പറ്റീഷൻ ഫീൽഡിൽ
ഈ ജോലി കിട്ടുന്നവരെ നിൽക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇതിൽ ഇറങ്ങിയിട്ട് വേസ്റ്റ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഒരു വർഷം കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒരു വർഷം, അതായത് നിങ്ങളുടെ ഫൈനൽ അറ്റംപ്റ്റ് ആണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വർഷം കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം 4-5 മാസം കഴിഞ്ഞാൽ പരീക്ഷ വരുന്നുണ്ട്. കാരണം അധികം സമയം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളോട് പഠിച്ച് നിൽക്കുന്ന ആളുകൾ, അപ്പോൾ മോക്ക് ടെസ്റ്റ് ചെയ്യുക, റിവൈസ് ചെയ്യുക. ഈ കാര്യം തന്നെ ഇപ്പോൾ എങ്ങനെയാണോ നിങ്ങൾ Tier 2 എക്സാമിന് പഠിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഈ ഒരു 5-6 മാസം കൊണ്ട് നിങ്ങളുടെ ലെവൽ ഇപ്പോൾ ഉള്ളതിൻ്റെ മുകളിലെത്തും. നിങ്ങൾക്ക് പരീക്ഷ ക്രാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരിക്കില്ല കേട്ടോ. എല്ലാവരും കിട്ടുമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 5 മാസം കൂടെ നിങ്ങൾ ഈ ഫീൽഡിലോട്ട് ഇറങ്ങിയിട്ട് നന്നായിട്ടൊന്ന് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട്, അത് ഇതെൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റാന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങ് ട്രൈ ചെയ്ത് തുടങ്ങും കേട്ടോ. കാരണം അങ്ങനത്തെ ഒരു കോമ്പറ്റീഷൻ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. പക്ഷേ ഇപ്പം നിങ്ങളൊരു ഹെഡ്ജിലായിരിക്കണം. നിങ്ങൾ Tier 1 എക്സാം ക്രാക്ക് ചെയ്ത ആളുകളാണ്. Tier 1 എക്സാം ക്രാക്ക് ചെയ്യാന്ന് തന്നെ വലിയൊരു കാര്യമാണ്. അത് ക്രാക്ക് ചെയ്ത ആളുകളായി നിങ്ങൾ ഓൾറെഡി ഒരു മുമ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത വർഷത്തെ Tier 1 എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ Tier 2 ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിച്ചു തുടങ്ങുക. വേക്കൻസി എത്രയാണ്, കട്ട് ഓഫ് കൂടുമോ, പരീക്ഷ ലെവൽ മാറുമോ, വെണ്ടർ മാറുമോ, അത് അങ്ങനത്തെ വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിൽ നിൽക്കണ്ട. നിങ്ങൾക്ക് ഈ ഒരു ജോലി വേണം, നന്നായിട്ട് 5 മാസം കൂടെ ഞാൻ പഠിക്കും എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, ഇത് മുന്നോട്ട് കൊണ്ടുവന്ന് പറയാനുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പല ആളുകൾ ഇപ്പോൾ ഡെസ്പായിട്ട് ഇരിക്കുന്നുണ്ട്. കാരണം നമ്മൾ സ്റ്റുഡൻസ് തന്നെ പല ആളുകൾ, കുറച്ച് ആളുകൾ കയറിയിട്ടുണ്ട്, കുറച്ച് ആളുകൾ ഷുവർ ആയിട്ടുണ്ട്, കുറച്ച് ആൾക്ക് നല്ല മാർക്ക് ഉണ്ട്. കാരണം നമ്മുടെ ടോപ്പ് 100 വരാൻ പറ്റിയ റാങ്കിൽ വരാൻ പറ്റിയ ആളുകൾ നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട്. പക്ഷേ മെജോറിറ്റി ആളുകൾ എന്താണ്, കുറേ ആളുകൾ താഴോട്ടാണ്, കുറേ ആളുകൾ ആ ഒരു കിട്ടുമല്ലേ എന്ന് കൺഫ്യൂഷനിലാണ് കേട്ടോ. കാരണം അത് സ്വാഭാവികമാണ്. കാരണം 1,70,000 ആളുകൾ പരീക്ഷ എഴുതിയിൽ വെറും 10% ആളുകളെ ക്വാളിഫൈ ആവുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ബാക്കിൽ തന്നെ ആയിരിക്കും, ഒരു സംശയം വേണ്ട കേട്ടോ. പക്ഷെ അവർ സങ്കടപ്പെട്ടിരിക്കാതെ അടുത്ത വർഷം ഒന്നും കൂടെ നോക്കുക. ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. ഈ ഒരു പരീക്ഷ ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. പിന്നെ ഈ പുതിയതായിട്ടുള്ള ഏതെങ്കിലും കുട്ടികൾ ഈ വീഡിയോ കാണുന്നത് അവരോട് പറയാനുള്ളത്, 2 മാസം കൊണ്ട് 3 മാസം കൊണ്ട് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ നിങ്ങളുടെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് വിശ്വസിച്ചിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങരുത്. മിനിമം ഒരു 6 to 1 year എങ്കിലും നിങ്ങൾ ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ കണ്ടിട്ട് വേണം ഇതിലേക്ക് ഇറങ്ങാൻ. പല ആളുകളും ഇനി ഒരു ഏപ്രിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടായിരിക്കും ഇതിനെപ്പറ്റി അറിയുന്നത്. അപ്പോൾ അവർ വിചാരിക്കും 2 മാസം കൊണ്ട് പഠിച്ച് നോക്കാം, കിട്ടുമല്ലേ? ഇല്ല, കിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏപ്രിൽ മെയിലൊക്കെ ഇറങ്ങുന്ന ഒരാളാണെങ്കിൽ 2026 CGL കൂടെ ഫോക്കസ് ചെയ്തിട്ട് വേണം ഇറങ്ങാൻ. അതായത് ഒരു മിനിമം 1 year എന്ത് ചെയ്യണം, നിങ്ങളിതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കണം. എല്ലാവർക്കും 1 year വേണം എന്നല്ല ഞാൻ പറയുന്നത്. ചില ആൾക്ക് 1 year മതിയോ, ചില ആൾക്ക് 2 year വേണ്ടി വരും, ചില ആൾക്ക് 3 year വേണ്ടി വരും. കാരണം രണ്ടാമത്തെ 3ാമത്തെ ചാൻസിൽ നല്ല മാർക്ക് സ്കോർ ചെയ്ത ആളുകൾ പ്രാവശ്യമുണ്ട് കേട്ടോ. ടോപ്പിലെത്തിയ പല ആളുകളും 3ാമത്തെ ചാൻസിലൊക്കെയാണ് അവർ ഈ ഒരു ഇത്രയും ഉയർന്ന നിലയിലേക്ക് എത്തുന്നത്, മാർക്കിലേക്ക് എത്തുന്നത്. ഇതൊരു സിമ്പിളായിട്ട് എന്താ പറയുക, പപ്പടം ചുട്ടെടുക്കുന്ന പോലെ സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ പറയുന്നതല്ല. കിട്ടുന്ന ആളുകളും ഇഷ്ടംപോലെ ഉണ്ട്. CGL, CHL, അതുപോലെ തന്നെ നിങ്ങൾക്ക് NTPC പരീക്ഷ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റിയാണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റി മുമ്പിലുണ്ട്. ഇത് ഒരുപാട് പേര് ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പറയുമ്പോൾ അതിൽ കിട്ടാത്ത ആളുകളുടെ കൂട്ടത്തിലാണ് ഞാനെന്ന് വിചാരിക്കാതെ, ആ കിട്ടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞാൻ എന്തായാലും നാളെ വരുന്നില്ല. ആ ഒരു മെൻറ്റാലിറ്റിയോട് പ്രിപ്പയർ ചെയ്തിട്ട് ഇറങ്ങുക. എന്നിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് ഒരു വർഷം കഴിഞ്ഞിട്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്കിത് തീരെ മാർക്ക് ഇമ്പ്രൂവ് ആകുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അപ്പം സ്റ്റോപ്പ് ചെയ്യുക. അപ്പം സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ അടുത്ത കാര്യം നോക്കണം. വീണ്ടും ഗവൺമെൻറ് ജോലി എന്ന് നടക്കരുത് കേട്ടോ. കുറച്ച് കുഴപ്പമില്ലാത്ത മാർക്ക് കിട്ടിയ ഒരാളാണെങ്കിൽ അപ്പോൾ വീണ്ടും നോക്കുക, എന്താ ഞാൻ പഠിക്കണോ, കണ്ടിന്യൂ ചെയ്യണം, ഒരു വർഷം കൂടെ പഠിച്ചാൽ കിട്ടുമെന്നുള്ളത്. കാരണം ഇപ്പോൾ Tier 1 കട്ട് ഓഫിൻ്റെ അടുത്തെത്തിയ ആളുകളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഏകദേശം ഒരു കൊല്ലം കൂടി പഠിച്ചാൽ കിട്ടാൻ ലെവലിലുള്ള ആളുകളായിരിക്കും. Tier 1 ക്ലിയർ ചെയ്ത ആളുകൾ, അവർ ഓൾറെഡി ഒരു ലെവലുള്ള ആളുകളാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഈ 2-3 ഫാക്ടർ ഉണ്ട്. എല്ലാവരും ചെയ്യുന്ന പോലെ, ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്ന പോലെ എനിക്കും ചെയ്യാം, അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ ഔട്ടാവും, അതുകൊണ്ട് ഞാനും ഔട്ടാവും. ആ ഒരു മെൻറ്റാലിറ്റി അല്ല. നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങളുടെ കാര്യം മാത്രം നോക്കുക. നിങ്ങളെ ഏറ്റവും നന്നായിട്ട് അറിയുന്ന ഒരാൾ നിങ്ങളാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഇത്രയും പറയാനുള്ളത്, വലിച്ചു നീട്ടിയൊന്നും പറയുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് ഇതിപ്പോൾ Tier 2 നമ്മുടെ ലിസ്റ്റ്, അതായത് 9-2 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികളുണ്ടായിരുന്നു നമ്മുടെ ലിസ്റ്റ്. ആ 9-2 വെച്ച് സ്റ്റാർട്ട് ചെയ്താണ് പരീക്ഷ എഴുതുന്നതൊക്കെ കേരളത്തിലെ കൊച്ചി, എറണാകുളം, കോഴിക്കോട് പോലത്തെ സെൻറ്ററിൽ പരീക്ഷ എഴുതിയ ആളുകളാണ്. അപ്പോൾ അവരുടെ ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ ഈ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ ഒരുപാട് ഹിന്ദിക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പരമാവധി നമുക്ക് പേര് നോക്കുമ്പോൾ തന്നെ നോർത്ത് ഇന്ത്യൻസ് ആണ് മനസ്സിലാവുന്ന ആളുകൾക്ക് നമ്മൾ ഈ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാലും ഇതിൽ കുറച്ച് നോർത്ത് ഇന്ത്യൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഷുവറുള്ള ആളുകൾ മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ, അല്ലാത്തവർക്ക് ലിസ്റ്റിലുണ്ടാവും. അപ്പോൾ അത് ഫുള്ളായിട്ടുള്ള ലിസ്റ്റ് അല്ല കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഈ റാങ്ക് ലിസ്റ്റിൻ്റെ ബേസിലല്ല ഒന്നും വരിക. കാരണം ഇത് ഷിഫ്റ്റ് 1ഉം 2 ഒക്കെ മിക്സ് ആക്കിയിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതിൽ ഞാൻ പറഞ്ഞില്ലേ, നോർമലൈസേഷൻ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഈ റാങ്ക് ലിസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. ചില ക്വസ്റ്റൻ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വരും. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും, കാരണം നമുക്കറിയാം ഒരു ക്വസ്റ്റൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ 3-4 മാർക്കാണ് മാറുന്നത്. ഈ 3-4 മാർക്ക് മാറുന്നതിനനുസരിച്ചിട്ട് 100 കണക്കിന് റാങ്കുകൾ മാറും കേട്ടോ. ഞാൻ പറഞ്ഞത് ഈ ഒരു ലിസ്റ്റിലെ 100 കണക്കിന് മാറും, നമ്മുടെ മെയിൻ ലിസ്റ്റിൽ 1000 കണക്കിന് ലിസ്റ്റ് മാറും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതുകൊണ്ട് ഫൈനലാന്ന് വിചാരിക്കുന്നത് ജസ്റ്റ് നിങ്ങളുടെ റെഫറൻസിന് വേണ്ടി മാത്രം. കാരണം നിങ്ങൾക്കിനി ഇൻ കേസ് പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫൈനൽ ആൻസർക്ക് വന്നിട്ടില്ലെങ്കിൽ, കേരളത്തിൽ ആരൊക്കെയുണ്ട് നിങ്ങളുടെ മുമ്പിൽ, അവരൊക്കെ ഏതൊക്കെയാണ് പോസ്റ്റുകൾ പ്രിഫർ, അത് ഇതിലില്ല, അവർക്ക് എത്രയൊക്കെയാണ് മാർക്ക് ഉള്ളത്, അതുകൊണ്ട് അവർ ഏതൊക്കെയാണ് എടുക്കാൻ ചാൻസ് ഉള്ളത്, നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഇത് ഫൈനലാണ്, ഇത് വെച്ചിട്ട് ആരും ഒരു തീരുമാനങ്ങളും എടുക്കാൻ പോകരുത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ റാങ്ക് ലിസ്റ്റിൻ്റെ ഒരു ഗൂഗിൾ ഷീറ്റ് നിങ്ങളുടെ Tier 2, ഞാൻ SSC മലയാളീൻ്റെ ഒരു ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു Tier 2കാർക്ക് Tier 2 പരീക്ഷ ചെയ്ത ആൾക്കും വേണ്ടി മാത്രമുള്ള ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യുക. ആ ഗ്രൂപ്പിൽ ഞാൻ ഈ PDF കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ആ ഗ്രൂപ്പിൽ ഞാനൊരു ഗൂഗിൾ ഷീറ്റും കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
എഡിറ്റ് ചെയ്യാൻ പറ്റുമോ ഷീറ്റ്. അപ്പോൾ ആ എന്ത് ചെയ്യുക, അതിൽ കയറിയിട്ട് നിങ്ങളുടെ പോസ്റ്റ് പ്രത്യേകിച്ച് മുകളിലൊക്കെ ഉള്ള ആളുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, പോസ്റ്റ് പ്രിഫറൻസ് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ. അത് ചെയ്യാതിരിക്കരുത്. കാരണം പല ആൾക്കും നിങ്ങൾക്ക് ടോപ്പിലുള്ള ആൾക്ക് കുഴപ്പമുണ്ടാകും, നിങ്ങൾക്ക് ഉദ്ദേശിച്ച പോസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ താഴെയുള്ള ചില ആൾക്ക് നിങ്ങൾ ഏത് പോസ്റ്റ് കൊടുക്കുന്നതനുസരിച്ചിട്ടാണ് അവർക്ക് താഴെ കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ പോസ്റ്റ് പ്രിഫറൻസ് ജസ്റ്റ് അതിൽ ഗൂഗിൾ ഷീറ്റ് കൊടുക്കുക. അപ്പോൾ അത് അവർക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. അതനുസരിച്ചിട്ട് അവർക്ക് താഴെയുള്ള, കാരണം പല ആളുകൾ കേരളത്തിൽ തന്നെ കിട്ടണം എന്നുള്ള ആളുകളുണ്ടാവും. അപ്പോൾ അവർ വല്ല പോസ്റ്റും കൊടുത്ത് ലാസ്റ്റ് അവർക്ക് ആ പോസ്റ്റ് കിട്ടും, പക്ഷേ പുറത്തെവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഗൂഗിൾ ഷീറ്റ് ആ ലിങ്ക് ഞാൻ തരാം. ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതിൽ നിങ്ങളുടെ പേരിൻ്റെ നേരെ പോസ്റ്റ് പ്രിഫറൻസ് 1, പോസ്റ്റ് 2, അതായത് പ്രിഫറൻസ് 1, പ്രിഫറൻസ് 2, പ്രിഫറൻസ് 3യും കൊടുക്കുക. അതുപോലെ തന്നെ JSO പരീക്ഷ എഴുതി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ JSOൻ്റെ മാർക്കും അതിൻ്റെ സൈഡിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുക. കാരണം എല്ലാവരുടെ JSOൻ്റെ മാർക്കും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പരമാവധി നമ്മൾ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ഇത് എൻ്റെ മാത്രം എഫേർട്ടല്ല കേട്ടോ. നമ്മൾ SSC മലയാളിയിലുള്ള പരീക്ഷ എഴുതാത്ത 10-30 SSC മലയാളിയിൽ പുറത്തുള്ള ആളുകൾ പോലും 10-30ഓളം കുട്ടികളുടെ ഹാർഡ് വർക്കാണ് ഈ ഒരു റിസൾട്ട്. അപ്പോൾ അതിൽ ചെറിയ ചെറിയ മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് PWD, HH, OH കാൻഡിഡേറ്റ്സിൻ്റെ ഒക്കെ അവരുടെയൊക്കെ നമ്മൾ മാർക്ക് റാങ്ക് ഗുരുജി, റാങ്ക് മിത്ര ഇതുപോലെ ഇട്ട് നോക്കുമ്പോൾ കുറച്ച് മാർക്ക് വ്യത്യാസമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതെല്ലാം നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. ബാക്കിയുള്ളതൊക്കെ ഓൾമോസ്റ്റ് ഒരു 90% നമുക്കത് കറക്റ്റാണെന്ന് പറയാം. പക്ഷേ 100% അല്ല, ജസ്റ്റ് ഫോർ എ റെഫറൻസ് കേട്ടോ. ഓക്കെ, ഇതാണ് ഈ PDF ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ ഓൺലൈൻ ബാച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് ഇത് കൊടുത്തു എന്നുള്ളൂ കേട്ടോ. ഇതാ ഈ ഒരു കുട്ടികളുടെ പേര്, ഈ ഒരു 30 കുട്ടികളുടെ പേര്, ഇവരാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ നമ്മളെ സഹായിച്ചിട്ടുള്ളത് കേട്ടോ. നോക്കുകയാണെങ്കിൽ അക്ഷയ്, ശ്രീനന്ദ്, നബുവാൻ, അജിൻ, കീർത്തി, മൂസിന, അനഘ, നിബ്രാസ്, യദു, അതുല്യ, ചൈത്ര, വർണ്ണന, അനേക്, ശ്രീഹരി, മുഹമ്മദ് സാലി, അമൃത, ആരതി, ഷഹനാസ്, ആദർശ്, റിയ, നിവേദ്, കൗശികരി, അഭിജിത്ത് MB, അഭിജിത്ത് MK, അജൽ ദീപ്, അലൻ തോമസ്, അമൽ R, സ്നേഹ, മൂസിന, രഞ്ജിന. ഇത്രയും കുട്ടികളാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിച്ചിട്ടുള്ളത്. നിങ്ങൾ വിചാരിക്കേണ്ടത് എന്തിനാണ് അവരുടെ പേരൊക്കെ വായിക്കുന്നത്? ശരിക്കും വായിക്കണം കേട്ടോ. അവരുടെ ഒരു ദിവസത്തെ എഫേർട്ടാണ് ഇതിന് വേണ്ടി. നിങ്ങൾ വിചാരിക്കേണ്ട റാങ്ക് ലിസ്റ്റ് നമ്മൾ എവിടെയെങ്കിലും ഡാറ്റ മോഷ്ടിച്ചിട്ട് എടുത്തതെന്നല്ല. ഈ റാങ്ക് ലിസ്റ്റ് 1, അതായത് Tier 1 റാങ്ക് ലിസ്റ്റിൽ നിന്നും അവരുടെ ഓരോരുത്തരുടെയും റോൾ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അടിച്ച് നോക്കി അവരുടെ മാർക്ക് എടുത്ത് ഇതിലേക്ക് ടൈപ്പ് ചെയ്ത് അങ്ങനെ അത്രയും ബുദ്ധിമുട്ടുണ്ടാക്കിയ റാങ്ക് ലിസ്റ്റാണ്. അപ്പോൾ ഈ ആൾക്കാരുടെ പേര് പറയാതെ പോകുന്നത് അവരോട് ചെയ്യുന്ന വലിയൊരു അനീതിയായി മാറും. നിങ്ങൾക്കും കൂടെ കാരണം ഇതിൽ പല ആളുകളും പരീക്ഷ എഴുതാത്ത ആളുകളാണ്. പല ആളുകളും ഓൾറെഡി ഈ പോസ്റ്റ് എന്തായാലും ഈ പ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റ് കയറില്ല എന്നുള്ള ആളുകളാണ്. പക്ഷെ അവർക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ അവരോട് ആവശ്യപ്പെട്ടപ്പോഴേക്കും അവർ എന്നാൽ ചെയ്യാൻ സാറേ, കാരണം ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ ഉപകാരപ്പെടില്ല എന്നുള്ള രീതിയിൽ അത്രയും ആത്മാർത്ഥതയോടെ അവർ ചെയ്തിട്ടുള്ള കാര്യമാണ് കേട്ടോ. അതിൽ പലതരത്തിലുള്ള ആളുകളുണ്ട്. എല്ലാവരും കിട്ടിയ ആളുകളൊന്നുമല്ല. ചില ആൾക്ക് മാത്രമേ ഇത് ഉപകാരപ്പെടുള്ളൂ. ബാക്കിയുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരപ്പെട്ടോടെ വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത്രയും നല്ല ഹാർഡ് വർക്ക് ഇതിൻ്റെ പിന്നിൽ ഇവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആദ്യം തന്നെ ഒരു താങ്ക്സ് പറയുന്നു കേട്ടോ. പിന്നെ നാലാമത്തെ പേജിൽ റാങ്ക് ലിസ്റ്റ് ഉണ്ട്. നോക്കിയേ, കേരളത്തിൽ ഇതുവരെ അറിഞ്ഞതിൽ ഏറ്റവും ടോപ്പ് കിട്ടിയിട്ടുള്ളത് 350 ആണ്. പിന്നെ 347 2 പേരുണ്ട്, 342, 340, 340, 330 അങ്ങനെ ഉണ്ട്. അതായത് 330യുടെ മുകളിലുള്ള ഒരു 30ഓളം ആളുകൾ 330ൻ്റെ മുകളിലുണ്ട്, 390 അങ്ങനെ പലതും ഉണ്ട് കേട്ടോ. കാറ്റഗറിക്ക് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷിഫ്റ്റ് ഏതാന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ടോട്ടൽ മാർക്ക്. ഇതിൻ്റെ അപ്പുറത്തുള്ള കമ്പ്യൂട്ടറിൻ്റെ മാർക്കാണ്. ഓക്കെ, പിന്നെ കാറ്റഗറി 2ഉം 3ഉം ഒന്നും കൊടുത്തിട്ടില്ല അതിൽ. അതുപോലെ തന്നെ JSOൻ്റെ മാർക്കും കൊടുത്തിട്ടില്ല. അതൊക്കെ അത് നമുക്ക് ഫുള്ളായിട്ട് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു 320+ ഒക്കെ ആളുകളുടെ കൺഫേം ആണ്, അവർക്ക് എന്തായാലും റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവും. 320, 310ൻ്റെ ഇടയിലുള്ള ആളുകൾ പിന്നെ അവിടെ റിസർവേഷൻ കാറ്റഗറി, പിന്നെ ഞാൻ പറഞ്ഞ പോലെ മാർക്ക് ഇൻക്രീസ് ആവുന്നതിന് നോർമലൈസേഷൻ അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും കേട്ടോ. പിന്നെ ഇതൊന്നും ഫൈനലല്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞു റെഫറൻസിന് വേണ്ടി മാത്രമാണ്. പിന്നെ ചില ആളുകൾ CPT പാസ്സാവാത്ത ആളുകളുണ്ട്, അങ്ങനത്തെ ആൾ പോകും. ചില ആൾക്കാർ ടൈപ്പിംഗ് പാസ്സാവാത്തവരുണ്ടാവും, അങ്ങനത്തെ ആളുകളും ഈ ലിസ്റ്റിൽ നിന്ന് ഔട്ടാവും. ഓക്കെ, ഞാൻ പറഞ്ഞില്ല ഈ ഒരു 320ൻ്റെയും 310ൻ്റെയും 310, 320ൻ്റെ ഇടയിലാണ് മെജോറിറ്റി ആളുകളും കിടക്കുന്നത്. അപ്പോൾ അവരുടെ കാര്യമാണ്, അവർക്ക് കിട്ടുമോ എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല, കിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കൺഫ്യൂഷനിലാണ് ഒരുപാട് പേര്, നമ്മൾ SC മലയാളികൾക്ക് ഒരുപാട് പേര് അങ്ങനെ ഉണ്ട് കേട്ടോ. അതാണ് റാങ്ക് ലിസ്റ്റ്. ഒരു 10, 30, 40ഓളം പേജുകളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വളരെയധികം ഓരോരുത്തരുടെ കഷ്ടപ്പാടാണ്. അപ്പോൾ അത് ചെറുതായിട്ട് വില കുറച്ച് കാണാതിരിക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ജസ്റ്റ് ഒന്ന് റെഫറൻസിന് വേണ്ടി അയച്ചു കൊടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതിൽ എന്തെങ്കിലും ഡാറ്റയിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിങ്ങനെ വിളിച്ച് പറഞ്ഞ് ഇതാക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളോട് നേരിട്ട് പറഞ്ഞാൽ മതി. അത് നമുക്കിതിൽ റെക്ടിഫൈ ചെയ്യാം. പിന്നെ ഈ PDF ഞാൻ പറഞ്ഞ പോലെ Tier 2ൻ്റെ ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പ് ഇപ്പോൾ ഓൾറെഡി 400 ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഓൾമോസ്റ്റ് ഒരു 2000+ ആളുകൾ പ്രാവശ്യം Tier 2 പരീക്ഷ എഴുതിയ ആളുകളുണ്ട്. അവരെന്ത് ചെയ്യുക, ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ബാക്കിയുള്ള ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ചെയ്യാം. ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം. അതുപോലെ തന്നെ ആ ഗൂഗിൾ ഫോമിൻ്റെ ലിങ്കും ഞാൻ ആ ഗ്രൂപ്പിൽ കൊടുക്കാം. നിങ്ങൾ കയറിയിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. വീണ്ടും ഞാൻ പറയുന്നു, ആരെങ്കിലും ഇപ്രാവശ്യം Tier 1 ക്വാളിഫൈ ചെയ്ത് Tier 2 എഴുതിയ ആരെങ്കിലും വീണ്ടും എന്താ പറയുക, ഞാൻ നിർത്താൻ പോവാണെന്ന് പറഞ്ഞ് പോകുന്ന ആളുകളുണ്ട്, നിങ്ങൾക്ക് മാത്രമാണ് നഷ്ടം. കാരണം ജസ്റ്റ് 5 മാസത്തിനിടയ്ക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ NTPC പരീക്ഷയും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ NTPC പരീക്ഷയുണ്ട്, CGL പരീക്ഷയുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 5 മാസം കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്താൽ നിങ്ങളുടെ മുമ്പിൽ അടുത്തൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ആ ഒരു എക്സാം, കാരണം പല ആളുകൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ എഡ്ജിൽ കിട്ടി കയറാതെ പോയ പല ആളുകളാണ് നിങ്ങൾ ഈ ലിസ്റ്റിൽ. ഞാൻ പറഞ്ഞില്ലേ, എവിടെയാ ഇപ്പോൾ ഈ 347 കിട്ടിയ നമ്മളോട് SC മലയാളിയിലേക്കുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ
എഡ്ജിൽ കയറി ലാസ്റ്റ് എന്തോ മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വന്നുകൊണ്ട് റാങ്ക് ലിസ്റ്റ് കയറാൻ പറ്റാത്ത ആളുകൾ എപ്പോൾ നോക്കി ഇപ്രാവശ്യത്തെ മാർക്ക് 347 മാർക്കാണ്. മിക്കവാറും ഒരു ഓൾ ഇന്ത്യ 100ൻ്റെ ഉള്ളിൽ തന്നെ മാർക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനത്തെ ആളുകൾ അപ്പോൾ അവരെ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിപ്പോയി ആലോചിച്ച് നോക്കി ഈ ലിസ്റ്റിൽ ഇങ്ങനെ വരാൻ അവരുണ്ടാവോ? ഇല്ല. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും അടുത്ത പ്രാവശ്യം ഇതുപോലെ ഈ ലിസ്റ്റിൻ്റെ ഉള്ളിൽ വരാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. ഭാഗ്യം എന്ന് പറഞ്ഞാൽ വെറും ഭാഗ്യം മാത്രമല്ല, നിങ്ങളത് പ്രിപ്പയർ ചെയ്താലേ പ്രിപ്പറേഷൻ്റെ കൂടെ ഒരു ലക്കും കൂടെ. പല ആൾക്കാർക്കും സംഭവിച്ചെന്ന് വെച്ചാൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, പക്ഷേ ചെറിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞ ഫാക്ടർ അവർ പ്രാവശ്യം തുണച്ചിട്ടില്ല. കാരണം എങ്ങനെയായാലും ഒരു ക്വസ്റ്റൻ എങ്ങാനും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു ചെറിയൊരു നമ്മുടെ മണ്ടത്തരം കൊണ്ട് മാറിക്കഴിഞ്ഞാൽ 4, 5, 8 മാർക്കൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഭാഗ്യക്കേട് കൊണ്ട് ഇതിന് താഴെ പോയ ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് അടുത്ത പ്രാവശ്യം നന്നായിട്ടൊന്ന് ഉയർത്തി വരാനുള്ള ഒരു അവസരം 5 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി. ഓൾ ദി ബെസ്റ്റ്.